ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേ വ്ലോഗും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് എത്തുന്നവരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ട് മോർണിംഗ് ആയിരുന്നു നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും നല്ല രീതിക്ക് ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായി എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉറങ്ങി എണീറ്റ പാടന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പായസമൊക്കെ കുടിച്ചു. ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിഷു ആ ഒരു ടൈമിലായിരുന്നു നമ്മളവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഹൈലൈറ്റ് മാളിൽ നേരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിയേറ്ററിൽ മാത്രം പോയി ഫിലിം കണ്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഹൈലൈറ്റ് മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി. കഴിഞ്ഞ വ്ളോഗ്സൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ മേലെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടിട്ട് വരാം. പിന്നെ ഇതാ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഉണ്ടാവുന്ന എൻ്റെ ഒരു ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണല്ലോ. നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക. അപ്പം ജസ്റ്റ് അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നും സത്യം പറഞ്ഞാൽ അന്ന് മോർണിംഗ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ജസ്റ്റ് ഒരു ബർത്ത്ഡേ ആണ് എന്തെങ്കിലും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ പോലെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നൊക്കെ പെട്ടെന്നായിരുന്നു പ്ലാന്. പപ്പയും അപ്പയും കൂടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മളിതാ ഇപ്പോൾ നെസ്റ്റോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെസ്റ്റോയിലേക്ക് പോയിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് വിഷുവിൻ്റെ ഒക്കെ ആ ഒരു ടൈം ആയതുകൊണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് വാങ്ങിക്കുന്നതെന്നൊക്കെ അങ്ങനെ ഡിസൈഡ് ചെയ്ത് അപ്പം തന്നെ പോയി വാങ്ങിച്ച് നമ്മളവിടെ സൈഡായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറച്ച് കുബൂസും കാര്യങ്ങളും പിന്നെ കട്ട് ഫ്രൂട്ട്സും 7-Upഉം പിന്നെ ഇതാ കേക്കൊക്കെ അപ്പം തന്നെ പോയിട്ട് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷവായി ആയിരുന്നു നമ്മളന്ന് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഡൈനിങ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലെല്ലാം നമുക്ക് ടേബിൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുതന്നെ നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ അവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ മോർണിംഗ് മുതലേ എൻ്റെ സിസ്റ്റേഴ്സ് ചോട്ടാസുകളുണ്ടല്ലോ, എല്ലാവരും കൂടിയിട്ട് ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. എന്തായാലും ഒരു പുതിയൊരു വർഷം കൂടി ഈ ഒരു ലൈഫ് എന്തായാലും ഹാപ്പി, ഒന്നും പറയാനില്ല. വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ആ ഒരു ഡേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. പിന്നെ കേക്ക് നമ്മൾ അവിടെ നിന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. കേക്ക് നമ്മൾ വിചാരിച്ചു ഫ്ലാറ്റിൽ നിന്ന് തന്നെ എന്തായാലും മുറിക്കാമെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ക്യാൻഡിൽസും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോന്ന് തന്നെ. പിന്നെ ഇതാ നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറി. പിന്നെ വിചാരിച്ചു ഫ്ലാറ്റിൻ്റെ മേലയിലൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ ആ ഒരു സ്പേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കേക്കും ചോക്ലേറ്റ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ അപ്പയും അമ്മായും കുട്ടികളൊക്കെ കൂടിയിട്ട് എൻ്റെ കേക്ക് സെറ്റ് ചെയ്യുകയാണ്. എന്തായാലും വളരെ ഹാപ്പിയാണ് ഈ ഒരു ബർത്ത്ഡേ. എന്തായാലും നല്ല മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ക്യാൻഡിൽസൊക്കെ സെറ്റ് ചെയ്യുന്നു. ഓരോ ഇയറും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ലെസൺസും കാര്യങ്ങളും ഒക്കെ നല്ല ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ബർത്ത്ഡേയ്സും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ വർഷങ്ങളും അതും നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ടൈമും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഓരോ ഇയർ നമുക്ക് തരുന്ന ലെസൺസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റുള്ള ലെസൺസാണ് കേട്ടോ. എല്ലാത്തിനും അതായത് നമുക്കുള്ള ആ ഒരു ഡൗണിനും അപ്പിനും ഒക്കെ എന്താണ് ദൈവത്തിൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കേക്കൊക്കെ മുറിച്ച് കുട്ടികളൊക്കെ എന്താ പറയുക ഫുൾ ഹാപ്പി. പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു ഡേ ഒരു എക്സ്ട്രാ സ്പെഷ്യലാക്കി തന്നതിന്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കാര്യം കൂടി പറയാം. ഏജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ
നമ്മൾ മരിക്കാൻ അനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ അതിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് മെച്യൂരിറ്റീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഉള്ളിലുള്ള കുട്ടി അത് നമ്മളെപ്പം ആ ഒരു കുട്ടിത്തരം നമ്മളെപ്പം സൂക്ഷിക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ നെക്സ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഇതാ അങ്ങനെ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ആർക്കും കേക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുഡ് വന്നിട്ട് ഉഴുന്ന് ദോശയും പിന്നെ ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ തന്നെ ആപ്പയും പപ്പയും കൂടിയിട്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ചോട്ടാസ് ഇങ്ങനെ മെല്ലനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അമ്മായിയും ഉമ്മയെല്ലാം കിച്ചണിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങ് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണ് കേട്ടോ, ഗാലക്സി. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മധുരം കഴിക്കാമെന്നുള്ളതിൽ ചോക്ലേറ്റും കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും റെഡിയായി പോവാൻ പോവാണ്. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വന്നിട്ട് ഉള്ള ഒരു 3-4 ഡേയ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്ലാറ്റിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി സമയം ഫുള്ളും ഔട്ടിങ് തന്നെയായിരുന്നു. ഫാമിലിയോടുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം എന്തായാലും വേർത്തായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിട്ട് പിന്നെ നമ്മൾ പോവാണല്ലോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. പിന്നെ എന്തായാലും നാട്ടിലേക്ക് പോകണം, നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ടും പിന്നെ അങ്ങനെ അങ്ങ് ഇറങ്ങി. ഓരോ ഡേയും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും അങ്ങനെയൊക്കെ എന്താ പറയുക, ഊട്ടി വയനാട് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാനത് ഇതിൽ അധികം ഇൻക്ലൂഡ് ആക്കാണ്ടിരുന്നത്. കുറച്ച് ഇത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ തലശ്ശേരി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിയിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു തട്ടുകട പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. കറക്റ്റ് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവിടുന്ന് കടികളും കാര്യങ്ങളും ലൈം ജ്യൂസും ചായയും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇൻഷാല്ലാ ഒരു ഷെഡ്യൂളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ലേറ്റ് ആവുന്നത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു. ബൈ.